പോലീസെല്ലാം മാർക്സിസ്റ്റായാൽ ഓ പുല്ലേ പോടാ പുല്ലേ പോടാ പുല്ലേ പോടാ പുല്ലേ പോലീസ് വകുപ്പ് ഭരിക്കാൻ അറിയാത്ത ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാവലൊരുക്കും പോലീസ് ഈ ബാനറിന് മുൻവശമായി എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരും എല്ലാ സമരപരന്മാരും ഈ ബാനറിന് മുന്നിലായി റോഡിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കലക്ടറേറ്റിലേക്ക് നമ്മൾ ഈ പ്രതിഷേധ മാർച്ചുമായി കടന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ താടെ തകർത്ത കഴിവുകെട്ട മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ചുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ മാർച്ചിന് ഔപചാരികമായി സമരപരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാഹിദ് കടലുണ്ടിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ആർ ഷഹീൻ, ബഹുമാനായിക്കൊണ്ടുള്ള DCCയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ അവർ, തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വരും ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മിന്നൽ സമരങ്ങളിലേക്ക് അടക്കം കടക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടക്കുകയാണ്. വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാണ് ആവശ്യം. കേരളത്തിലെ ആരോഗ്യരംഗം പൂർണ്ണമായും അനാരോഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. നേരത്തെ എരഞ്ഞിപ്പലം ഭാഗത്ത് നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടമായി മുദ്രാവാക്യം വിളികളുമായി കളക്ടറേറ്റിന് മുൻപിലേക്ക് എത്തിയത്. ഈ മാർച്ച് കളക്ടറേറ്റിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു. തുടർന്ന് ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അവരെ ശാന്തരാക്കി. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാറാണ് ഈ ഒരു പരിപാടി, ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ സ്വാഗത പ്രസംഗമാണ് നടക്കുന്നത്. ഇനി പോലീസാണെങ്കിൽ ഒരു കനത്ത സുരക്ഷാ സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും, അതായത് കളക്ടറേറ്റിലേക്കുള്ള 2 പ്രധാന കവാടങ്ങൾ മുഴുവനായും BJPയുടെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് BJPയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. BJP
നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജിവെക്കോ പുറത്തു പോകും. കേരളത്തിന്റെ ആരോഗ്യരംഗം തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാസർഗോഡ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി പ്രവർത്തകന്മാരെ, ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് വളരെ നമുക്കറിയാം, കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും വീർപ്പ് മുട്ടുന്ന ഒരു ജില്ലയാണ് എന്നതിൽ ഒരു സംശയവും ആർക്കുമില്ല. പ്രിയമുള്ളവരെ, കാലാകാലമായിട്ട് കാസർഗോഡ് ജില്ലയെ കേരളത്തിലെ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും മാറി മാറി വരുന്ന ഭരണകൂടം മുഴുവനും നാളിതുവരെ പറ്റിച്ച ചരിത്രം മാത്രമേ കാസർഗോഡ് ജില്ലയ്ക്കുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരുകയാണ്. കോട്ടയത്ത് BJPയുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധ പ്രകടനത്തിൽ കൊല്ലത്ത് BJPയുടെ പ്രതിഷേധം, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം കൊല്ലത്ത് നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരിശോധിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കട്ടെ വാസവൻ സാറേ. അതിന് തന്നെയാണ് ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത് സാധിക്കും. ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കും. MLA-മാർ, MP-മാർ, മന്ത്രിമാർ, നിങ്ങൾ എല്ലാവരും ചേർന്ന് എത്ര രൂപ എഴുതിയെടുത്തിട്ടുണ്ട് ചികിത്സാ ചെലവ്? ആ ചികിത്സാ ചെലവിന്റെ കണക്ക് ജനങ്ങൾക്കറിയണം. നിങ്ങൾ എത്ര പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി? നിങ്ങൾ എത്ര പേര് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി? വാസവന് പനി വന്നാൽ, രോഗം വന്നാൽ വാസു പറയുന്നത് എന്താണ്? ഞാൻ എല്ലാ സമയത്തും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. പക്ഷെ വാസവൻ അറിയില്ലേ, 60 വർഷമായിട്ട് വീഴാറായി നിലംപൊത്താറായി കിടക്കുന്ന ഒരു കെട്ടിടം അവിടെയുണ്ട്. നിങ്ങൾക്കറിയുമോ? 16 കോടി രൂപയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജില് ഒരു പുതിയ കെട്ടിടം പണിയിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കൊറോണയുടെ തൊട്ട് മുമ്പ് ടെൻഡർ കൊടുത്തു, പണി തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് മഹാരാഷ്ട്രയില് അടൽ സേതു പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ടെൻഡർ കൊടുത്തു, പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. അതിനെത്രയാ തുകയെന്നറിയുമോ? 18,000 കോടി. മഹാരാഷ്ട്രയിലെ അടൽ സേതു പാലത്തിന്റെ 18,000 കോടിയുടെ ബിഗ് പ്രൊജക്ട്, 22 കിലോമീറ്റർ കടലിന് അടിയിലൂടെയുള്ള ആ സേതു, അടൽ സേതു ഉദ്ഘാടനം നടത്തിയിട്ടും 16 കോടിയുടെ ഗോതമ്പുണ്ട ഉദ്ഘാടനം നടത്താൻ നിങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭരണമാണ് കേരളത്തിൽ നിങ്ങൾ നടത്തുന്നത്? എന്താണ് നിങ്ങളുടെ വികസനം? നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണോ ഭരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാരും തന്റെ മകനും മകളും കൊള്ളയുടെ സ്വത്തൊക്കെ എണ്ണി പരിശോധിച്ചിട്ടാണ് നമ്മുടെ മഹാൻ തിരിച്ചു വരുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വെറും ഒരു രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
ബാക്കിലോട്ട് പോവോ, കുറച്ച് ബാക്കിലോട്ട് പോവോ. വരല്ലെന്ന് പറ അവരുടെ നിങ്ങളോടേക്ക് നീ വന്ന് എന്റെ ഫ്രണ്ടിൽ കയറി നീ പണം മാറി തരുമോ ഈ ലൈവ് വെച്ചോണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് തള്ളല്ലേ, ഇങ്ങോട്ട് തള്ളല്ലേ, കേക്കണ്ടേ, ആര് കേക്കണ്ടേ, വ്യാസമ്മ എത്തിന്റെ പണി എന്റെ ഫ്രൈമിൽ നീ അവിടെ നിന്ന് അവിടെ ഇല്ല ബാക്കി വേണ്ട, ബാക്കി കൊടുക്കല്ല. ഇങ്ങോട്ട് ഞെരുങ്ങണം എല്ലാവരും കൂടെ, ഇങ്ങോട്ട് കൈ
നീ കൊള്ളാം കേട്ടോ. എന്നെ വെളിയിലാക്കിയല്ലോ, എനിക്കുള്ള വെളിയിലാക്കാം എനിക്ക്. അതാണ് മോനെ. സെക്രട്ടേറിയറ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി ലക്ഷ്മി ആർ. ബോക്സിന്റെ അടുത്തോട്ട് വെക്കണേ. ഏറ്റവും ബഹുമാനീയനായ സമരത്തിന്റെ അധ്യക്ഷ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി, രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഒക്കെ ആയ ഏറ്റവും പ്രിയപ്പെട്ട കെ മുരളീധരൻ സാർ, ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ, മറ്റ് പ്രിയപ്പെട്ട ഭാരവാഹികളെ, ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും സമസ്ത മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചു മുടിച്ച് സ്വജനപക്ഷപാതമൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും സെൻസിറ്റീവായ ആരോഗ്യ വകുപ്പിനെ തുലച്ചടുക്കി എന്ന നാടൻ ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ICUവിലാക്കിക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാക്കി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അത് വീണ ജോർജ് ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ ഈ വീണ ജോർജ് എന്ന മന്ത്രി മുൻകാലങ്ങളിലേതെന്നുപോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യയല്ല എന്ന നമുക്കേവർക്കും ഓരോ നിമിഷം തോറും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ, സാഹസ് യാത്രയുടെ നായിക, 10 ജില്ലകൾ പൂർത്തിയാക്കി, ഇന്നലെ രാത്രിയിൽ കോട്ടയം ജില്ലയും പൂർത്തിയാക്കി ഇവിടെ ഈ സമരത്തിന് വേണ്ടി നാളെ രാവിലെ മലപ്പുറത്ത് എത്തിച്ചേരേണ്ട നമ്മുടെ പ്രിയങ്കരിയായ MP, സംസ്ഥാന അധ്യക്ഷ, ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജെബി മേത്തർ MPക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രിയങ്കരനായ കെ മുരളീധരൻ സാർ, മുൻ MLA, മുൻ MP, മുൻ KPCC പ്രസിഡന്റ്, ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഒപ്പം ഞങ്ങളോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്ന് നിൽക്കുന്ന ഇന്ന് സമരമുഖത്ത് എല്ലാ സമരമുഖങ്ങളിലും കാണപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമായ ഏറ്റവും പ്രിയപ്പെട്ട കെ മുരളീധരൻ സാറിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മിനിമോൾ, ഏറ്റവും പ്രിയപ്പെട്ട രജനി രാമാനന്ദ്, ട്രഷറർ പ്രിയപ്പെട്ട വഹീദ അടക്കമുള്ള
പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും കാസർഗോഡ് നിന്നും വയനാട് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ, ബബിത പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവർക്കും ഈ എന്റെ പേരിലും ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും മഹിളാ കോൺഗ്രസിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K. മുരളീധരൻ, ഇവിടെ ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ന് വീണ ജോർജ് കേരളത്തിന് ഒരു അപമാനമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മോർച്ചറിയിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ സംഭവത്തെ തുടർന്ന് പാവപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു മരണമടഞ്ഞതിനുള്ള പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും വലിയ അനാസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന മന്ത്രി അവിടെ ന്യായീകരണ തൊഴിലാളിയുടെ ഒരു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെയൊക്കെ കുറ്റബോധം കൊണ്ടായിരിക്കും മന്ത്രി വീണ ജോർജ് 3 ദിവസം അങ്ങോട്ടൊന്ന് ചെല്ലാതെ ഒരു ഒഴിവ് ദിവസം കൊച്ചു വെളുപ്പാങ്കാലത്ത് അവിടെ ചെന്നുകൊണ്ട്, അവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് DYFI ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ കുറ്റബോധം മന്ത്രിക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലാണെങ്കിലും, കോഴിക്കോട് നടന്ന അർഷീനയുടെ ശസ്ത്രക്രിയയിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതാണെങ്കിലും, അവിടെ ബിൽഡിംഗിന് തകരാറായപ്പോൾ നൽകിയ ഉറപ്പുകളാണെങ്കിലും ഉറപ്പുകളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു കൊതുക് കടിച്ചാൽ പോലും മന്ത്രി വീണ ജോർജ് അപ്പൊ തന്നെ എൻക്വയറി കമ്മിറ്റിയാണ്. ആ എൻക്വയറി റിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ ഒരു പുസ്തകമാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇവിടത്തെ ആരോഗ്യ മേഖല തകർന്നടിയുന്ന ഈ സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം ആ കുടുംബത്തിന് നൽകേണ്ട ആ ഒരു കോമ്പൻസേഷൻ പോലും ഇതുവരെയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ്. ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുകൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ശ്രീ K. മുരളീധരൻ സാറിനെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു. അധ്യക്ഷ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ ശ്രീമതി ജബി മേത്തർ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനെ മാർച്ച് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ച സംഭവത്തിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ മഹിളാ കോൺഗ്രസ് മാർച്ചിൽ K. മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാൻ ശ്രമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതിഷേധം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു.
തകർന്ന ബിന്ദു മരിച്ച സംഭവത്തിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുന്നു. കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ബാരിക്കേഡ് മറികടന്ന് കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുന്നു. സ്ഥലത്ത് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. തൊട്ടു മുൻപ് നമ്മൾ ദൃശ്യങ്ങളിലടക്കം കണ്ടതുപോലെ പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശക്തമായ ശ്രമം തുടരുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തിയതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴത്തെ വയനാട് റോഡ് ഉപരോധിക്കുകയാണ്, സംസ്ഥാന പാത ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവിടെ പൂർണ്ണമായും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഈ വാഹനം തടഞ്ഞിട്ടുണ്ട്. ഒപ്പം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയത്. ഒരു ആംബുലൻസ് കടന്നു വരുന്നു, അതിന് വഴിയൊരുക്കുന്നുണ്ട്. അതേസമയം തന്നെ ആംബുലൻസിന് വഴിയൊരുക്കുകയാണ് പ്രവർത്തകർ. ഒപ്പം എന്നാൽ മറ്റു വാഹനങ്ങൾ ആംബുലൻസിന് വഴിയൊരുക്കുകയും മറ്റു വാഹനങ്ങൾ തടയുകയും ചെയ്തു. ഇപ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആംബുലൻസിന് അവർ വഴിയൊരുക്കി നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമടങ്ങിയ ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഇത് 2 കവാടങ്ങൾ പൂർണ്ണമായും മറച്ചു പിടിച്ചുകൊണ്ടാണ് പോലീസ് ഇന്ന് ബാരിക്കേഡ് തീർത്തത്. അതിൽ 2 ഭാഗത്തെ ബാരിക്കേഡുകളും തകർക്കാൻ പോലീസ് നീക്കം നടത്തി എന്നുള്ളതാണ്. പ്രവർത്തകർ
വലിയ ഒരു രോഷത്തിലാണുള്ളത്. ഇപ്പോഴത്തെ ഇവർ ഇവിടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പോലീസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇവരെ നീക്കാനുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ ജലപീരങ്കി എല്ലാം തന്നെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആണ് ഇപ്പോൾ ശക്തമായ മുദ്രാവാക്യം വിളികൾ ഉയരുന്നത്. വലിയ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോഴിക്കോട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബാരിക്കേഡ് തകർക്കാനുള്ള നീക്കത്തിനിടെയാണ് ഇവർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ സമരം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്. റിയാസ്, ഈ ബാരിക്കേഡ് തകർക്കാനുള്ള വലിയ ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കയർ അറുത്തുമാറ്റി അങ്ങനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അടക്കം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ അടക്കം യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു മിന്നൽ സമരങ്ങളിലേക്ക് അടക്കം കടക്കും, സമരാഗ്നി എന്ന പേരിൽ പ്രതിഷേധവും സംഘടിപ്പിക്കും എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ